ഇവരൊക്കെ എൻ്റെ കൂടെ പറഞ്ഞ് ധൈര്യം ഉണ്ടെങ്കിൽ വ്ളോഗ് ഇടാൻ. കാര്യം എനിക്ക് എന്തോ സംസാരിക്കാൻ അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഇവന്മാരാണ്. അപ്പൊ നമുക്ക് ഇവരെ പരിചയപ്പെടാം. നമ്മൾ ഇവരെ വീഡിയോയിലൂടെ ചിലർക്കൊക്കെ അറിയായിരിക്കും. എന്നെ ഒരു 100 പേർക്ക് അറിയായിരിക്കും തോലെ, ഇയാളെ ഒരു 500 പേരൊക്കെ അറിയായിരിക്കും, ഇയാളെ ഒരു 1000 പേർക്ക് അറിയാം തോലെ. നിക്കറിട്ടോണ കേട്ടാ. നമുക്ക് ആദ്യം അരുൺ ബ്രോയിൻ്റെ കൂടെ കാര്യങ്ങൾ ചോദിക്കാം. പുള്ളിയുടെ ഗോൾ എന്താണ്, പുള്ളി എങ്ങനെ ഈ വീഡിയോ എടുക്കുന്നതിലോട്ട് എത്തിപ്പെട്ടു എന്നൊക്കെ നമുക്ക് ചോദിക്കാം. അരുൺ ബ്രോ, നിങ്ങളെ ഗോൾ എന്താണ്? സുഖമായിട്ട് ജീവിക്കണമെന്ന്. സിനിമ ഡയറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ ആൾക്കാർ ഊക്കും. അത് നിങ്ങൾക്ക് എന്ത് ഡയറക്റ്റ് ചെയ്താ? ഡയറക്റ്റ് ചെയ്യണം പക്ഷെ പരിപാടി അറിയണം. പഠിക്കാത്തവരെ പരിപാടി അറിഞ്ഞോളൂ. അത് ആളെ പറ്റിച്ച് റീൽസ് എടുക്കുന്ന ആളാ. നമ്മള് റീൽസ് എടുക്കുന്ന കണക്ക് തന്നെ സിനിമയാണല്ലോ ഇനി. ഇത് സിമ്പിൾ ആയിട്ട് നമ്മളെ കുറച്ച് ആൾക്കാരെ കൂട്ടിട്ട് സിനിമയാണ്. പക്ഷെ കാണാൻ ആരെങ്കിലും ഒക്കെ വരണം. നമ്മളാണെങ്കിൽ എന്തായാലും വരൂല. ഞാൻ നീ ഒരുമിച്ച് പഠിച്ചത്. ഇവ നമ്മളേന്ന് 3 വയസ്സിന് ഇളയുന്നത്. ഇവ ഇത്രയും നേരം നമ്മൾ എന്തിനു വിളിച്ചോണ്ടിരുന്ന? ചേട്ടാന്നല്ല, അത് നീ ക്യാമറ കണ്ടപ്പോ നീ ചേട്ടനാക്കണ്ട, ശരിക്കും എന്തിനു വിളിച്ചോണ്ട് അണ്ണാന്ന് വിളിച്ചോണ്ടിരുന്നു. ഓക്കെ, നമ്മളിവിടെ ഈ സൈഡിലൊക്കെ അണ്ണാന്നാണ് വിളിക്കുന്നത്. ഓക്കെ ഓക്കെ, നമ്മൾ അണ്ണാന്ന് വിളിച്ചോണ്ടിരുന്നിട്ട് ഇപ്പൊ ക്യാമറ ഓൺ ആക്കിയപ്പോ അവൻ ബ്രോയും നീ ചേട്ടനും നോക്കിയ കാര്യം. അത് നമ്മളൊരു വ്ളോഗ് ഒക്കെ ചെയ്യുമ്പോ ബ്രോ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഇത് ബ്രോ എന്ന് വിളിച്ചാലേ വ്ളോഗ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, അത് അങ്ങനെയാണ്, ഞാൻ കണ്ടിട്ടുള്ളതൊക്കെ അങ്ങനെയാണ്. ഗൈസ്, ക്യാമറയുടെ പിന്നെ സജിൻ സ്വഭാവം മറന്ന ആളാണ്. മറ്റേ അന്യനെ കണക്ക് തമ്പിയും. പിന്നെ കുഞ്ഞിനെ പറ്റി പറയണേ, സജിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. തിരിച്ചുപിടി. നമുക്ക് സജിനെ പറ്റി പറയുകയാണെങ്കിൽ, സജിൻ എന്ന് പറയുന്നത് ടാലന്റ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും സജിന്റെ മനസ്സൊന്നും ഇരിക്കില്ല. സജിന്റെ മനസ്സിൽ എന്താണോ ഉള്ളത് കറക്റ്റ് തന്നെ മുഖത്ത് കിട്ടും. വേണമെങ്കിൽ ഞാൻ ഇപ്പൊ ക്യാമറ കളിച്ചില്ല, ഇപ്പൊ പോലും മുഖം എങ്ങനെ അല്ലേ വിനീത്? സത്യമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എന്തെങ്കിലും നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പം കറന്റ് ഒരു മോഡലിനെയും കാത്തിരിക്കുകയാണ്. രാവിലെ 9 മണിക്ക് വിളിച്ചിട്ട് പറഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് വരാമെന്ന്. ഏകദേശം ഇപ്പം 3 മണിയായി. ഇപ്പോഴും അരമണിക്കൂറല്ലേ. ഇപ്പൊ വിളിച്ചിട്ട് 25 മിനിറ്റ് ആകും വരാം. സ്വാഭാവികം. ഒരുപാട് സമയത്തെ കാത്തിരിപ്പിന് ശേഷം കാട്ടിക്കൂടെ വരുന്ന മോഡലിനെ പിക്ക് ചെയ്യാൻ പോയ വിനീത് ബ്രോയാ. നീ അണ്ണാന്നല്ല എത്ര നേരം വിളിച്ചോണ്ടിരുന്ന? വ്ളോഗൊക്കെ എടുക്കുമ്പോ അണ്ണാന്ന് വിളിക്കാൻ പറ്റൂല. ഒരു പ്രശസ്ത റീൽസ് താരത്തിന്റെ വീട്ടിലോട്ട് കയറാൻ പെടുന്ന പാടാണ്. അരമണിക്കൂറിനാകും വരാന്ന് പറഞ്ഞിട്ട് കണ്ടു. 9 മണിക്ക് പറയാണ്. ആ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് എന്നെ സുന്ദരിക്കണം. എല്ലാ പെൺപിള്ളേരുണ്ട്. നീ എന്തിനാ അവിടെ? ഇത് കട്ടിയല്ലേ? ഇവന്മാര് ഒരു പ്രാവശ്യം ഇവിടെ ഇവന്മാര് വീഡിയോ എടുത്തോണ്ടിരുന്നു. അപ്പൊ ആരും ഉണ്ടായിരുന്നില്ല, ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. ആരും ഇല്ലായിരുന്നു എന്നൊന്നും നമ്മൾ പറയുന്നില്ല, അല്ലേ അണ്ണാ? ഉണ്ടായിരുന്ന ആളുകളൊക്കെ. ഓ, അരുൺ ചേട്ടനായിട്ട് ഭയങ്കര കൂട്ടായിരുന്നു. കണ്ടന്റുകളിരുന്ന് ആലോചിക്കുകയാണ്. A few moments later. ഗായ്സ്, അടികൊണ്ട് തിക്കട വിട്ട് ഏത് ദിക്കെന്നറിയാൻ വയ്യാതിരിക്കുന്ന അരുണണ്ണൻ അടി കൊടുത്താണ്. ഓക്കെ ഗായ്സ്, നമ്മളെ ഫസ്റ്റ് വ്ളോഗ് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഇനി ഏതെങ്കിലും ഒരു വ്ളോഗായിട്ടൊക്കെ വരാം. അപ്പൊ ഗൈസ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ.